ചെന്നൈക്ക് വേണ്ടി ധോണി കളിക്കാൻ ഇറങ്ങാത്തത് മറ്റൊരു സ്ട്രാറ്റജി. സഞ്ജുവിനെ പുതിയ ഐക്കണാക്കി മാറ്റുവാൻ ധോണിയുടെ പ്ലാൻ. മുംബൈ ഇന്ത്യൻസിൽ വലിയ അഴിച്ചുപണിക്ക് സാധ്യത. അംബാനിയുടെ മകൻ കട്ടക്കലിപ്പിൽ. പാണ്ഡ്യയും സൂര്യകുമാർ യാദവും ടീമിൽ നിന്ന് പുറത്താകും. IPL-ൽ ഇത്തവണ പരിക്കിന്റെ പേരും പറഞ്ഞ് മഹേന്ദ്ര സിംഗ് ധോണി കളിക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു സ്ട്രാറ്റജിയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഐക്കൺ താരം എന്നതിൽ നിന്ന് പതിയെ പടിയിറങ്ങാനും പുതിയ കളിക്കാരെ ടീമിന്റെ ബ്രാൻഡുകളാക്കി മാറ്റുവാനും ധോണി ചെന്നൈയുടെ മാനേജ്മെന്റുമായി ചേർന്ന് നടത്തുന്ന നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് മുൻ ന്യൂസിലാൻഡ് പേസർ സൈമൺ ഡൂളാണ്. വാങ്കഡയിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ തകർപ്പൻ ജയം നേടിയതിന് പിന്നാലെയാണ് ധോണിയുടെ വിട്ടുനിൽക്കലിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായത്. കൈക്കാലുകളിലെ പരിക്ക് മാറാത്തതിനാലാണ് 44-കാരനായ ധോണി ഇനിയും കളിക്കാൻ ഇറങ്ങാത്തതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. മത്സരത്തിന് തലേന്ന് ധോണി പരിശീലനം നടത്തിയെങ്കിലും മുംബൈക്കെതിരായ പോരാട്ടത്തിനായി ടീമിനൊപ്പം വാങ്കഡയിൽ എത്തിയിരുന്നില്ല. പരിക്കുണ്ടെങ്കിലും ധോണിക്ക് ഗ്രൗണ്ടിൽ ടീമിനെ പിന്തുണയ്ക്കാൻ വരാം. പക്ഷേ അദ്ദേഹം അവിടെ നിന്നും മാറി നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് സൈമൺ ഡൂളിന്റെ നിരീക്ഷണം. MS ധോണി ഇപ്പോൾ ചെയ്യുന്നത് വളരെ മികച്ച കാര്യമാണ്. അദ്ദേഹം ടീമിൽ നിന്ന് ബോധപൂർവം അകലം പാലിക്കുകയാണ്. മൈതാനത്തെ ലൈം ലൈറ്റിൽ നിന്ന് മാറി നിന്ന് പുതിയ നേതൃത്വത്തിന് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനും ശ്വസിക്കാനും അദ്ദേഹം ഇടം നൽകുന്നു. ടീം കൂടുതൽ കരുത്തരാകാനും തന്റെ അഭാവത്തിലും പോരാട്ടവീര്യം പുറത്തെടുക്കാനും വേണ്ടിയാണ് ഇതിഹാസ താരം മൈതാനത്ത് വരാതെ മാറി നിൽക്കുന്നത്, സൈമൺ ഡൂൾ നിരീക്ഷിച്ചു. ധോണിയുടെ ഈ തന്ത്രം ഫലം കാണുന്നു എന്നതിന്റെ തെളിവാണ് വാങ്കഡയിൽ കണ്ടത്. ചെന്നൈ ആരാധകർ ഗാലറി കൈയടക്കിയ മത്സരത്തിൽ സഞ്ജു സാംസണിന്റെ വെടിക്കെട്ട് സെഞ്ചുറിയുടെ കരുത്തിൽ ചെന്നൈ 207 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനെത്തിയ മുംബൈ 104 റൺസിന് പുറത്തായി. 103 റൺസിന്റെ പടുകൂറ്റൻ ജയത്തോടെ IPL ചരിത്രത്തിൽ മുംബൈ നേരിടുന്ന ഏറ്റവും വലിയ തോൽവി സമ്മാനിക്കാനും ചെന്നൈക്കായി. ഇതോടെ സഞ്ജു ചെന്നൈയുടെ പുതിയ താരോദയമായി മാറി. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ധോണി തന്റെ യഥാർത്ഥ പിൻഗാമിയായി സഞ്ജുവിനെ വളരെ ബുദ്ധിപൂർവ്വം അവിടെ പ്രതിഷ്ഠിക്കുന്ന കാഴ്ച. അതേസമയം ചിരവൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സിനോട് നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയതിനു പിന്നാലെ മുംബൈ ഇന്ത്യൻസ് ടീമിനുള്ളിൽ പുകച്ചിലാരംഭിച്ചു. കളി പൂർത്തിയാകും മുൻപേ ടീം ഉടമ ആകാശ് അംബാനി സ്റ്റേഡിയം വിട്ടിറങ്ങി. ടീമിന്റെ എല്ലാ മത്സരങ്ങളിലും ആവേശത്തോടെ ഗാലറിയിൽ ഉണ്ടാകാറുള്ള ആകാശ് അംബാനിയുടെ ഈ മടക്കം മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിലെ അസ്വസ്ഥതകൾ മറനീക്കി പുറത്തു വരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മുംബൈയുടെ ബാറ്റിംഗ് പകുതി പിന്നിട്ടപ്പോൾ തന്നെ ഡഗ്ഔട്ട് വിട്ട അദ്ദേഹം സ്റ്റേഡിയത്തിന് പുറത്തേക്ക് പോകുന്നതിനിടെ ഗാലറിയിൽ ഉണ്ടായിരുന്ന ആരാധകർക്ക് നേരെ രോഷാകുലനായി ആംഗ്യം കാണിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ടീം തോൽക്കുമ്പോഴും താരങ്ങളെ ചേർത്ത് പിടിക്കാറുള്ള ഉടമയുടെ ഈ രോഷപ്രകടനം ടീമിനുള്ളിലെ പാളയത്തിൽ പടയുടെ സൂചനയായാണ് ക്രിക്കറ്റ് ലോകം വിലയിരുത്തുന്നത്. രോഹിത് ശർമ്മയിൽ നിന്ന് നായകസ്ഥാനം ഏറ്റെടുത്ത ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ മുംബൈക്ക് ഈ സീസണിൽ ഇതുവരെ താളം കണ്ടെത്താനായിട്ടില്ല. 7 മത്സരങ്ങളിൽ 5ലും തോറ്റ മുംബൈ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. ഇതോടെ മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്കും വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസ് ടീമിന് ഇത്തവണ ആവശ്യമായതെല്ലാം ടീം മാനേജ്മെന്റ് നൽകിയിട്ടുണ്ടെന്ന് പറയാം. ശക്തമായ താരനിര ബാറ്റിംഗിലും ബൌളിംഗിലുമുണ്ട്. എന്നാൽ ഇത് മുതലാക്കി കളിക്കാൻ സാധിക്കുന്നില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യയ്ക്കും ശോഭിക്കാൻ സാധിക്കുന്നില്ല. ആകാശ് അംബാനി നിരാശ പ്രകടമാക്കി മടങ്ങിയതോടെ മുംബൈ ടീമിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഈ സീസണോടെ ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. സൂര്യകുമാർ യാദവിനൊന്നും പഴയ മികവിന്റെ 7 അയലത്തെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സൂര്യകുമാറിനെ മുംബൈ ഒഴിവാക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ചാലും മുംബൈക്ക് പ്ലേ ഓഫിലെത്താൻ അത്ഭുതങ്ങൾ സംഭവിക്കണം. 6ാം കപ്പ് പ്രതീക്ഷിച്ച മുംബൈക്ക് ഇത്തവണ തൊട്ടതെല്ലാം പിഴയ്ക്കുന്നത് ആരാധകരെയും ടീം മാനേജ്മെന്റിനെയും ഒരുപോലെ നിരാശപ്പെടുത്തുകയാണ്.